സുന്നികളായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി. ആണോ അല്ലയോ? അതുകൊണ്ട് അതിൻ്റെതായ വിപത്തും വന്നു. ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല, ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത്. മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ, ജീവിതഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു റാഹത്ത് നമുക്കില്ല. നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കാരണം? നിസ്കാരത്തിന് ശേഷമില്ല, ദുആ ഇല്ല, ഇജാബത്തുള്ള പ്രാർത്ഥനയല്ലേ. ഏറ്റവും അള്ളാഹു കേൾക്കുന്ന ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് 3 സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. ഒന്ന് ബഅദ സ്വലാത്തിൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന, മുസൽമാന്റെ ദുആ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നയുടെ ആദർശത്തിൽ നിലകൊള്ളുന്ന മുസൽമാൻ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് ബിദ്അത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ്? എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? ഈ ഒരു ശൈലി ബിദ്അത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത്? അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരുചര്യയിലാണോ നീ നിലകൊള്ളുന്നത്? നിസ്കാരത്തിന് ശേഷം ഇരിക്കിൻ, അതവോടുകൂടി ഇരിക്കിൻ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ 33 34 വട്ടം ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 വട്ടം ഉരുവിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുആ നിർവഹിക്കിൻ. അല്ലാഹു നിനക്ക് പരിഗണന നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ടാൽ. ദുആ ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു 5 മിനിറ്റ് ദുആ ചെയ്യണ്ടേ? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത്, അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഒരു ഹംദ്, ഒരു സ്വലാത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഒരു സ്വലാത്ത്. എന്നിട്ട് നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യും. ഖുർആനിൽ വന്ന ദുആ അല്ലേ? ഈ ദുആയിനല്ലേ ഏറ്റവും വലിയ ഫലം. ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് വലിയ പ്രതിഫലമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ പരിപൂർണമായി പടുതിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരാണിത് ദുആ ചെയ്ത് പഠിപ്പിച്ചത്? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിമാണോ? ഇന്നാ പിടിച്ചോ പടച്ചറബേ, നിസ്കരിക്കാൻ നീ പറഞ്ഞു, ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബ് ഇത് നീ സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചറബേ, നീ സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങൾ നീ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ നാഥാ എന്ന് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നത്ത് ജമാഅത്ത്, പിന്നെന്ത് സുന്നിയാണ് നീ? അല്ലാഹുവിനോട് ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല. എന്നിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല, തിരക്കാണെങ്കിൽ ഇത്രയും ചെയ്തുകൂടെ? 1 മിനിറ്റ് വേണ്ട, 1/2 മിനിറ്റ് വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ